ഉണക്ക ചെമ്മീനും പൊട്ടിക്കയും വെച്ചിട്ടുള്ള ഒരു വറവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലശ്ശേരി ഭാഗത്തോട്ടൊക്കെ ഇതിന് പൊട്ടിക്കാന്നാണ് പറയുന്നത്. നമ്മൾ കണ്ണൂർ ശരിക്കും പ്രോപ്പർ പറയുന്നത് ഇതിന് താലോലിക്കാന്നാണ്. അപ്പോൾ നമ്മളിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് നീളത്തിലരിഞ്ഞതും കുറച്ച് പച്ചമുളകും, അതായത് ഏകദേശം ഒരു 3-4 എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഒരു 10-15 എടുത്തിട്ട് ചതക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ്. അതും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് നന്നായി ഫ്രൈ ആവണം, അതുവരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് പൊട്ടിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേര് സ്ലൈസായിട്ട് വേണം അരിഞ്ഞു കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ചെരുവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വേവുന്ന സമയത്ത് പൊട്ടിക്കുന്ന തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പൊട്ടിക്ക വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ വെള്ളരിക്കയും അതുപോലെ പടവലങ്ങയും ഒക്കെ വെച്ചിട്ട് ഉണക്കച്ചെമ്മീൻ ഇതുപോലെ തയ്യാറാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നവരെ മാത്രമേ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ ഇതുപോലൊരു സൈഡ് ഡിഷ് മാത്രം മതിയാകും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.